എല്ലാവർക്കും വെസ്റ്റേൺ വയലിൻ പാർട്ട് 22ലേക്ക് സ്വാഗതം. നമ്മൾ ഇറ്റാക്കോഹൻ്റെ ബുക്കാണ് നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ കണ്ടിന്യൂ ആവും, അതിൻ്റെ വീഡിയോ ഇടും. എന്നാൽ ഇറ്റാക്കോഹൻ്റെ ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വളരെ സരളം, എളുപ്പം വായിക്കാനെല്ലാം. പക്ഷേ ഇച്ചിരി പ്രായമൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ, ഒരു 12-13 വയസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അതും പഠിക്കണം, നമുക്ക് വേറെ ബുക്ക് കൂടെ പഠിക്കണം. അപ്പം നമുക്ക് CH ഹോഫ്മാൻ്റെ ഒരു ബുക്കുണ്ട്. അതായത് ആ ബുക്കിൻ്റെ പേര് പ്രാക്ടിക്കൽ വയലിൻ മെത്തേഡ് ബുക്ക് നമ്പർ 1. ഇതും എല്ലാ മ്യൂസിക്കൽ ഷോപ്പിലും കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് വാങ്ങിക്കാം. അപ്പോൾ ആ ബുക്കിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാനൊന്ന് കാണിക്കാം. കാൾ ഫിഷറാണ് ഈ ബുക്കിൻ്റെ പബ്ലിഷർ. ഇതാ കണ്ടു. അപ്പോൾ ബുക്ക് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇനിയും ഈ ബുക്കിന്റെ കണ്ടന്റിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഈ ബുക്കിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവരെ കഴിവതും ഇത് വായിച്ച് പഠിക്കണം. അതുപോലെ തന്നെ നോട്ടുകൾ ഏതൊക്കെയുണ്ട്, ABCD മുതൽ എങ്ങനെ എഴുതുന്നത് എല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഹാഫ് ബീറ്റ്, 1/4 നോട്ട്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, 8th നോട്ട്സ്, 7th സ്കെയിൽ നോട്ട്സ്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ക്വാർട്ടർ നോട്ട് എന്താ, ഫുൾ നോട്ട് എന്താ, ഹോൾ നോട്ട് എന്താ, എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പം നമുക്ക് ഈ ബുക്കിന്റെ ഒന്നാമത്തെ എക്സസൈസിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ബുക്കിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ സിമ്പിൾസിന്റെയും ഈ അടയാളങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് ക്ലിയർ ആയിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതാ ഇവിടെ മേളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സ്ട്രിങ് എക്സസൈസ് തുടങ്ങുന്നത്. ഞാൻ ഇത് ഒന്ന് വായിച്ചു കിടക്കും. ഒന്നാമത്തെ എക്സസൈസ് 2, 3, 4 അങ്ങനെ 4 എക്സസൈസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവർ പറയുന്ന എല്ലാ എക്സസൈസും 10 തവണ വീതം വായിക്കണമെന്ന്. ഇവിടെ ഞാൻ ഓരോ തവണ വായിക്കും, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ 10 തവണ വീതം വായിക്കും. ഞാൻ ഇപ്പോഴേ പറയുന്നത് ഈ ബുക്ക് ഒരു ശകലം ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്നിരുന്നാൽ തന്നെ നിങ്ങളിത് വാങ്ങിച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഓപ്പൺ സ്ട്രിങ് എക്സസൈസിലേക്ക് കടക്കാം. ഒന്നാമത്തെ എക്സസൈസ്, ഈ സ്ട്രിങ്ങിലെ E എന്ന് പറയുന്ന നോട്ട് 4 ബീറ്റ് നമ്മൾ വായിക്കുക. നമ്മൾ അത് ഞാൻ കാണിക്കാം എങ്ങനെയാണ്. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. സമാധാനമായിട്ട് അത് ചെയ്യണം. സ്ലോ ആക്കി 4 ബീറ്റ് വായിക്കണം. അതാണ് സെമി ബ്രേവ് നോട്ടാണത്, അല്ലെങ്കിൽ ഹോൾ നോട്ട് എന്ന് പറയും. അപ്പം രണ്ടാമത്തെ എക്സസൈസ് എല്ലാം ചെറുതാണ്, ഈ 2 നോട്ട് വീതമുള്ള. അതും ഇതുപോലെ 4 ബീറ്റ് ആണ്. A സ്ട്രിങ്ങിൽ, അതായത് രണ്ടാമത്തെ സ്ട്രിങ്ങിൽ, ഈ കനം കുറഞ്ഞ സ്ട്രിങ്ങിൽ ഇവിടെ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ഇനി അടുത്ത മൂന്നാമത്തെ സ്ട്രിങ്ങില് D എന്ന് പറയുന്ന നോട്ടാണ്. 4 ബീറ്റ് തന്നെയാണ്. 1 2 3 4 1 2 3 4 1 2 3 4. അടുത്ത എക്സസൈസ് G എന്ന് പറയുന്ന സ്ട്രിങ്, അതായത് 4ാമത്തെ സ്ട്രിങ്. ഇതാ 1 2 3 4 1 2 3 4 1 2 3 4. അപ്പൊ നിങ്ങൾ ഇത് വായിക്കുമ്പോൾ ഇതിനെ കമ്പൈൻ ചെയ്ത് വായിക്കണം. അതെങ്ങനെയാണെന്നൂടെ ഞാനൊന്ന് കാണിച്ചിരുന്നു. എന്താ
ഇത്രയും വായിച്ച് നമ്മൾ റിവേഴ്സ് ചെയ്ത് തുടങ്ങണം. അതായത് 4 ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് അഞ്ചാമത്തെ എക്സസൈസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവസാനത്തെ ബാർ നിങ്ങൾ കണ്ടു കാണും. അതൊരിച്ചിരി ഡിഫിക്കൽട്ടാണ്. 2 നോട്ട് ഒരേ സമയം വായിക്കണം. ഇതിനാണ് ഡബിൾ സ്റ്റോപ്പിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഇത് തന്നെ പറഞ്ഞ ഈ ബുക്ക് ശകലം ബുദ്ധിമുട്ടാണ്, പക്ഷെ വായിച്ച് പഠിക്കാമെങ്കിൽ നിങ്ങൾ നല്ലൊരു വയലിനിസ്റ്റ് ആകും. നല്ല ഗുണമുള്ള ബുക്ക്. അപ്പം ഡബിൾ സ്റ്റോപ്പിംഗ് ഈ ബോ ഒരു ശകലം ലൂസാക്കണം. എന്താ ഇങ്ങനെ ലൂസാക്കിയിട്ട് ഇനി അത് വായിക്കാൻ നമുക്ക് ഇയും എയും ഒരേ സമയം വായിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കെറവുണ്ട്. ഈ സ്ട്രിങ് ഇട്ടേക്കുന്നത് നിങ്ങൾ ഇപ്പം ആദ്യം വായിക്കേണ്ട ഇയും എയുവാ. നമ്മൾ ഇയിലോട്ട് വെച്ചിട്ടൊന്ന് പ്രഷറൈസ് ചെയ്യുക ഇങ്ങനെ. അപ്പൊ 2 സ്ട്രിങ്ങിലോട്ടും ഈ ബോ പോകും. ഇങ്ങനെ വായിക്കണം. ഇതാണ് ഡബിൾ സ്റ്റോപ്പിംഗ്. ഇനി 6ാമത്തെ എക്സസൈസ്. ആറാമത്തെ എക്സസൈസിൽ ഡബിൾ സ്റ്റോപ്പിംഗ് വന്നത് എയും ഡിയും കൂടെ 2 ബീറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനത്തെ നോട്ട് ഫുൾ 4 ബീറ്റ്. ഇനി അടുത്തത് 7th. ഇതുപോലെ വായിക്കണം. 8th. ഇതുപോലെ തന്നെ 9th ഉം 10th ഉം നിങ്ങൾ വായിച്ചോണം. ഒന്നുകൂടെ ഞാൻ പറയുന്നത് ഡബിൾ സ്റ്റോപ്പിംഗ് ഒരു ചില വിഷമമാണ്. അതിപ്പം ഇയും എയും കൂടെ വായിക്കണേ. കണ്ടോ? അവിടെ
അതുപോലെ തന്നെ എയും ഡിയും അതും ഇതുപോലെ തന്നെ വായിക്കും. ഡിയും ജിയും ഇതുപോലെ വായിച്ചെടുക്കണം. ഇതാദ്യം നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, ഒന്നുമില്ല. വയലിന്റെ കെയർവ് നോക്കുക, ബോ വെച്ച് നോക്കുക. അതാ ഇങ്ങനെ ഒന്നാമത്തെ മുട്ടി, ഇതിപ്പോ എ മുട്ടിയിരിക്കുക. നമ്മൾ ഡിയോട് പ്രസ് ചെയ്യുമ്പോൾ അത് എയിലോട്ട്. അപ്പം ഈസി ആയിട്ട് വായിക്കാം, ബുദ്ധിമുട്ടൊന്നുമില്ല. കർണാട്ടിക് സ്റ്റൈലിനകത്ത് ഇങ്ങനെയുള്ള ഡബിൾ സ്റ്റോപ്പിംഗ് ഇല്ല. പക്ഷെ വെസ്റ്റേണിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പരീക്ഷയ്ക്കും വരുന്നതായിരുന്നു അവരുടെ. അപ്പം ഇതുപോലെ വായിച്ച് പഠിക്കുക. ഇതിൻ്റെ അടുത്ത ലെസണുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നതും വരെ ഞാൻ അജയകുമാർ ജി നിങ്ങളെല്ലാവരോടും വിട ചൊല്ലുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.